ഹിറ്റ് മേക്കവർ ആയാലും പിന്നെ ഫസ്റ്റ് ഈ ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് നമുക്ക്. ഓക്കെ, നമുക്ക് ലെറ്റ്സ് ഗോ. ഞാൻ കുറച്ച് റീലും കൂടി എടുക്കാനുണ്ട്. തീരാത്ത ഞാനുണ്ടേക്ക് ലെറ്റ്സ് ഗോ. തീരാത്ത ഞാൻ ചുമ്മാ പറഞ്ഞത്. അപ്പം ആരും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പാട്ട് കാര്യമായിട്ട് പറയും. ലെറ്റ്സ് ഗോ. നല്ല തണു ഗൈസ്. ആരും നമ്മളെ പിടിച്ച് തരാത്തുള്ള ഒറ്റയ്ക്ക് പിടിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പിടിക്കുന്ന വീട്ടിൽ അമ്മമാരെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ജോലിയാണോ? ഞാൻ ചെയ്യേ പച്ചക്കറി തട്ടിക്കൂട്ടി ഇട്ടിട്ട് ഇത് വെജിറ്റേറിയർ ആണ്. ഓക്കെ, ഇട്ടേക്ക് വെജിറ്റേറിയർ. കരി പോയ അമ്മ 4 ദിവസം വീണാണ്. ഇത് മുട്ടയുടെ അവിടെയാണ് വീണുള്ളത്. ഓക്കെ, മുട്ട എവിടെയാ? മുട്ട അതിനകത്തല്ലേ ഇതിൽ കവറിൽ വെച്ചാണ് പറഞ്ഞു. ഓക്കെ ഈ അടുത്ത സസ്യം മല്ലിയില ചെടിയോട് പറിച്ചെടുത്തു ആർക്കറിയാം. ഇത് ഈ ഒരു സ്ഥലത്താണ് വെക്കുന്നത്. ഓക്കെ, അത് സെറ്റായി. ഇനി നമുക്ക് അടുത്തത് മുഴുകി കോഴി. മടി വേണ്ട കൈസ്, ഇത് മതി. അതും അതിനകത്തോട്ട് ക്ലീൻ ആക്കണേ, അതൊന്ന് ശ്രദ്ധിക്കണം. അത് ഞാൻ ക്ലീൻ ചെയ്ത് ഇപ്പം മാറ്റിക്കളയും. ഓക്കെ, അത് ഞാൻ ക്ലീൻ ചെയ്യണം. അത് ഭയങ്കര പാടാണ്. അത് അമ്മ ചെയ്തോളൂ. ഞാൻ അമ്മ പറഞ്ഞ അത് ശ്രദ്ധിക്കണം. അതിനകത്ത് എന്താ കിടക്കുന്ന കാര്യം ഒരിടത്ത് കൊണ്ട് കളയും. ഓക്കെ, കളഞ്ഞിട്ടുണ്ട്. പച്ചമുളക് സെലക്ഷൻ അങ്ങനെ തിന്നരുത്. ഇത് ഇവിടെയാണ്. അമ്മമാർക്കൊരു ശ്രദ്ധയില്ല. വെണ്ടയ്ക്ക് ഏതാ മുളക് ഏതാണ് കണ്ടിരിക്കുമോ? തിരിച്ചറിയാം മുളക്. അപ്പോൾ ഇവിടെ ബോട്ടിൽസ് വെക്കേണ്ട സ്ഥലത്ത് നമ്മളിതെല്ലാവരും ഇപ്പം മുളക് വെണ്ടയ്ക്ക് ഇത് വേണം. തീരാത്ത പാട്ടിടാൻ പറ്റാത്തതുകൊണ്ട് അപ്പം ഇങ്ങനെ വരാം. ഞാൻ ഒരു പാട്ടൊക്കെ പഠിത്തട്ടെ. ഉണിവാ. അയ്യോ സോറി, കൊച്ചുങ്ങളല്ലല്ലോ. സോറി. ക്ലീനിങ് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. പറയണേ ഓക്കെ. അപ്പം ഞാൻ നെക്സ്റ്റ് ഇടാൻ മുളകുണ്ടെങ്കിൽ അയ്യോ തൂയില് മുളക് എന്നെ തോൽപ്പിക്കാനാണ് ഇങ്ങനെ വെച്ച് അന്ന് നിങ്ങൾക്ക് ഞാൻ വെച്ചിടും. അയ്യോ 2 മുളക് അതിനകത്ത് വീട്ടിട്ടു. അല്ലെങ്കിൽ അമ്മ ശ്രദ്ധിച്ചില്ലെങ്കിൽ പറയാം ചെയ്തതൊക്കെ മുളക് ചാലഞ്ചിനേക്കാം ചോദിക്കുന്നു. ഓരോന്നായിട്ട് അങ്ങോട്ട് മുളക് മാത്രമാണ് പൊട്ടിയിരിക്കുന്നത്. എന്ത് പറ്റി അടുത്തടുത്ത് ഞാനാണ് പറയും. അതുകൊണ്ട് ഗൈസ് ഞാനിപ്പം എനിക്ക് 9 വയസ്സായിട്ടു. ഞാനെന്ത് ഈ ക്ലീനിങ്ങിലൊന്നും പഠിക്കത്തൊന്നുമില്ലെന്ന്. പഠിക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഹെൽത്ത് നേരത്തൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യുന്നത് നല്ല ജോലിയാണെന്നാണ് പറയുന്നത്. എനിക്കൊരു 7 മണി തൊട്ട് 8 മണി വരെയാണ് എൻ്റെ സ്റ്റഡി. അപ്പോൾ ഇന്നൊരു ട്യൂഷൻ കഴിഞ്ഞ് വന്നൊന്ന് പഠിക്കാനാണ് നമ്മുടെ ആലോചനയൊക്കെ. നമ്മളൊന്നും ഒരു 1/2 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുക്കണം. മെയിൻ കാര്യം എന്ന് പറയുന്നത് എനിക്ക് റെസ്റ്റ് എടുക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഓരോന്നും കാണിച്ചു ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആർക്കും കിട്ടുന്നു. ക്യാരറ്റ് നമുക്ക് ലാസ്റ്റ് വെക്കാം, അതാണ് നല്ലൊരു ഭംഗി കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വെച്ച് ഫ്രിഡ്ജ് ബോക്സ് ചെയ്യുന്നത് അപ്പം ഞാൻ പറയുന്നത് ക്ലീനാക്കി ഞാൻ വെക്കും. എന്നിട്ടാണ് ഞാൻ ഇത് വെക്കത്തുള്ളൂ. കഴിച്ചു പുതിയ തമിഴ്. ഓക്കെ, നമുക്ക് അവരെന്നാ തോപ്പിക്കാനായിരിക്കട്ടെ. ക്യാമറ കുറച്ച് മറ്റേ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ഞാനിപ്പോൾ പാട്ടൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണാം. ഇപ്പം കയ്യിൽ നിന്ന് പോയി തന്നെ ഗൈസ്. എനിക്ക് വിഷമമായിട്ടുള്ള കാര്യമില്ല. ഓരോ പണിക്കിടയ്ക്ക് കിച്ചൺ ക്ലീനിങ് വീഡിയോ ഇടേണ്ടി വരും.
അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു മനസ്സുഖം ഈ ഒരു വീഡിയോ അത് എന്നായിട്ട് ഈ കളർ എന്തെങ്കിലും ഇതൊക്കെ ഞാനിത് പൊക്കി കേട്ടിട്ടുണ്ട്. അതൊരു കാര്യമാണ്. മുളക് എനിക്ക് ഏത് ഫേവറേറ്റ് യൂട്യൂബാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെയും ഗിസ് ചെയ്ത് ഇടണേ. കമൻറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്ത് യൂട്യൂബ് നമ്മൾ നോക്കാമേ. അയ്യോ മുളക് എടുത്തപ്പോഴേക്കും ഞാൻ ഇങ്ങനത്തിട്ട് മുളകൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കിടിലൻ ചാലഞ്ചായിട്ട് വരുന്നത്. പാട്ടൊക്കെ അണിയൻ ഫോണിൽ അമ്മയുടെ ഫോണിൽ കാണുന്നതാണ്. സ്പീഡൊക്കെ മുതുക്കും മുളക്. ഇത് ഉരുന്നിരുന്ന് എനിക്ക് അതിൻ്റെ ടൈമുണ്ട്. ഒരു ക്യാരറ്റ് അപ്പം ഗൈസ് ഇനി മുളക് അപ്പം ഗൈസ് ഓരോ മുതുക്ക് വെച്ചു ഗൈസ് ഇവരെങ്ങനെ തോപ്പിക്കും ഓരോ ഞാൻ. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈക്ക് ആൻഡ് വീഡിയോ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന പരിപാടി ഇനി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണാം. കുറച്ച് സ്പീഡ് സോറി. സ്പീഡ് കാണിക്കുന്നത് ഒരു ലുക്കില്ല, പറഞ്ഞ് കാണിക്കാൻ വേണ്ടി എനിക്കിഷ്ടം. ഈ ഒരു മുളക് അങ്ങോട്ട് പോയി കൈ എടുത്തു മുളകെടുത്ത് കൂട്ടില്ല. ചില മുളകൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, നമുക്കതൊക്കെ എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. അത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനിതൊക്കെ വീഡിയോസ് ഇട്ടിട്ട് പ്രാർത്ഥിക്കാം. ഡീമ ലൈഫ് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഡീമ ലൈഫ് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഗെറ്റ് വിത്ത് മീ. അപ്പം നിങ്ങൾ പറയുന്നത് ഡീമ ലൈഫ് പറയുന്നത് ഡീമ ലൈഫ് ഇടണമെങ്കിൽ ഗെറ്റ് വിത്ത് മീ ആണ്. സ്കൂളിൽ ആണ്. അപ്പം ഞാൻ ഇട്ടാൻ ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടായിരുന്നേ. സ്പീഡ് ഞാൻ കുറച്ചത് കുറഞ്ഞു. സ്പീഡ് കാണിച്ച് ഒരു ബുക്കില്ല. ഈ സവാള കുട്ടുന്നവരെയൊക്കെ നമുക്ക് കേട്ടോ. എൻ്റെ ഈ ഒരു കവർ കൊണ്ട് ഒരു കവർ വയ്ക്കുമ്പോൾ അടുത്ത കവർ കൂടുകയാണ് ഗൈസ്. ഇതൊക്കെ ഇനി ഇടയ്ക്ക് ഞാൻ പൊട്ടിയെടുത്ത് വെക്കണം. ഇത് വേറെ സെക്ഷനാണ്. അങ്ങനെ ഇത് നമ്മൾ ഒരു എനിക്കെന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ മട്ട് കത്തിച്ചെന്തെങ്കിലും ചെയ്യുന്നത് നല്ല പണിക്കട്ട് 2 കവറായിട്ട് തരുന്നുണ്ട്. ഒരു കവറിലെല്ലാം തേക്കും. ഇത് അത്രയ്ക്ക് നല്ല മുറിച്ചിടാനാണ്. അപ്പം ഇതെടുത്ത് മുകളിലോട്ട് വെച്ച് കൈസ് ചെടി ഭാഗങ്ങളെല്ലാം ഞാൻ മാറ്റി കൊണ്ടുവരും. ഇതുപോലെ എടുത്ത് മാറ്റി വേണം. കണ്ടോ, ഓരോന്നെടുത്ത് മാറ്റി ഒറ്റപ്പെട്ടെടുത്ത് ആക്കുന്ന 3 വെച്ചിട്ടുണ്ട്. വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ എല്ലാ കൂട്ടന്മാർക്കും സങ്കടം ഷെയർ ചെയ്യുന്നുണ്ട്.
വെള്ളം വെച്ച് എല്ലായിടത്തും വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇല്ല എനിക്ക് വട്ടളടി ഞാൻ ചെയ്തത്. അതൊക്കെ ഞാൻ വീഡിയോന്ന് കട്ടാക്കിയ എഡിറ്റിങ് ചെയ്ത് മാറ്റുവാണ്. വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴേക്കിനും ഞാൻ ഇതെല്ലാം കൂടെ മാറ്റുമ്പോൾ ഇനി അവിടെ വെക്കാൻ പോകുന്നു. ലാസ്റ്റ് നമ്മുടെ ക്യാരറ്റ് കുട്ടനെ ഇങ്ങനെ വെച്ച് കൊടുക്കും. നല്ല പിന്നീട് ഇനി ഇതെല്ലാം ഈ സെക്ഷൻ ബാക്കിയെല്ലാം എന്നൊക്കെ അതെല്ലാം കൂടെ അവിടെ ഇരിക്കുന്ന ഒരു സാധനത്തിൽ കൊണ്ടുവരും. ഇതാക്കി വെക്കാൻ നേരം വേണ്ട, നേരം വേണ്ട, ഇത് കുറച്ചേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു ഉള്ളി എടുത്ത് ഈ സെക്ഷൻ കൊടുത്ത് ഇതിന് കുഴപ്പമില്ല. ഉള്ളിയെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുന്നു. ഈ കിഴങ്ങ് അങ്ങനെ ടൈപ്പ് ചെയ്താൽ ഈ സെഷനാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ കുറച്ച് ഉള്ളിയുള്ളൂ. ഈ ഒരു സെഷൻ ബോക്സ് നല്ലതാണ്. നമ്മൾ ഓരോ സാധനം ചക്കക്കൂരൊക്കെ അതിനകത്ത് കിടക്കണം. അതുപോലെ പിന്നെ കുറച്ച് ഐറ്റംസ് അതിനകത്ത് കിടന്നായിരുന്നു. അതും എടുത്ത് ഞാൻ സെഷനിലോട്ട് എടുത്ത് വെച്ചു. ഒരു കവർ കിട്ടി, അതെടുത്ത് ഇതുപോലത്തെ ഒരു സാധനത്തിൽ വെക്കും. ഇതെല്ലാം ഇവിടെയാണ് വെക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെഷൻ കൂടെ ഉള്ള എനിക്ക് അത് കേട്ടു എന്തോ വലിയ ഉരുളക്കിഴങ്ങാണ് പോയി. പിന്നെ അതിൻ്റെ സാധനത്തെ ഞാൻ കൊണ്ട് വെക്കത്തില്ല. എനിക്കാണ് അത് ചെയ്തിട്ട് കാണാം. അതൊക്കെ ഞാൻ എനിക്ക് ഈ തന്നെ എടുത്ത് കയറ്റി വെക്കണം. അപ്പം ഇനി ഇത് കയറ്റി വെക്കാൻ ഇനി ഇനി എവിടെയാണ് കയറ്റി വെക്കാൻ വീഡിയോ കാണിക്കുമോ? അതാണ് എൻ്റെ പ്രാർത്ഥന. ഇതിനെ ഇങ്ങനെ കാണിക്കാൻ ഞാൻ അത് ചെയ്തിട്ട് കാണിക്കാം. ചെയ്തിട്ട് കാണിക്കണമെന്നുണ്ട്. അപ്പം ഇത് ചെയ്തിട്ട്